ഹായ്. അതിരടി അതിരടി 10 വയസ്സ് കൊള്ളില്ല, 10 വയസ്സ് കൊള്ളില്ല. എന്റെ അഭിപ്രായം പറയാം. ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവർ ഈ പ്രൊമോഷൻ കൊടുക്കുന്ന ടീസർ കൊടുത്തില്ലേ, ഒരു കിടിലൊരു ടീസർ ഒക്കെ ഉണ്ടല്ലോ, ആ ടീസർ പോലെ ഒന്നുമല്ല പടം വന്നിരിക്കുന്നത്. ഇവനി ശ്രീനിവാസൻ ടീസർ പറഞ്ഞ ഡയലോഗുകളും ഒന്നുമല്ല ഇവർ തമ്മിലുള്ള പടം. ആ പടവും ഇവർ തമ്മിലുള്ള സംഭവമാണ്. 10 വയസ്സ് കൊടുത്തിട്ട് നല്ല പി ആർ വർക്ക് നടക്കുന്നു, നല്ല പ്രൊമോഷൻ ചെയ്ത് ഹിറ്റാക്കാൻ നോക്കുന്നുണ്ട് പി ആറുകൾ. അവരാണ് ഈ ഭയങ്കര കിടിലം പടം, അതാണ് ഞാൻ പറഞ്ഞത്. പ്രേക്ഷകരാരും പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാര്യം കൂടി വന്നു കഴിഞ്ഞാൽ ചിലവർ പറയാം ആവറേജ് പടം പറയും, അത്രേ ഉള്ളൂ. നല്ല പടം ഒന്നും ആരും പറയത്തില്ല. ഇത് ആവറേജ് പോലും പറയാൻ പറ്റും, വെറും തല്ലിക്കൂട്ട് പടം. തല്ലിക്കൂട്ട് പടം ഒന്നുമില്ല. 2 മണിക്കൂർ 37 മിനിറ്റ് കൊണ്ട് പടം വെറുതെ വലിച്ചു നീട്ടിക്കുക, ബൂമർ വലിച്ചിട്ട് വലിച്ചു നീട്ടിക്കുക. 10 വയസ്സ് കൂടില്ല. പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമാണ് പോയി കാണാതിരിക്കും. ഇനി സിനിമയിലേക്ക് വരുവാണെ, അരുൺ അനിരുദ്ധാണ് ഇത് ഡയറക്ഷൻ ചെയ്തിരുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബേസിൽ ജോസഫ്. അപ്പൊ ഇതിന് നായകൻ അറിയാലോ, ബേസിൽ ജോസഫ്, ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ഷാറുഖ് ഉണ്ട്, പിന്നെ സെറീന എന്ന നടിയുണ്ട്, പിന്നെ നമ്മുടെ റിയ ഷിബു ഉണ്ട്. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട് അത്. പിന്നെ ദർശന രാജേന്ദ്രൻ, പിന്നെ ആർട്ടിസ്റ്റത്തെ വില്ലനുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പേരുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്, ആർട്ടിസ്റ്റ് ഇഷ്ടമുണ്ട്. ഇപ്പൊ സിനിമയിലേക്ക് വരുവാണെ, സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളില്ല പടം. കാരണം ഇതിനെ ഇത് ഫസ്റ്റിൽ കാണിക്കുന്ന ഒരു കോളേജ് പടമായിട്ടാണ്, ഇടയ്ക്കൊക്കെ പുറത്തും കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കോളേജിലെ കുറച്ച് സീക്വൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറഞ്ഞിട്ട് ഫസ്റ്റിലെ പടത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്നുണ്ട്. അതിരടി എന്ന് പറഞ്ഞ പടത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്നില്ലേ, ആ ടൈറ്റിൽ കാണിക്കുന്നത്, ആ ടൈറ്റിലും ബാക്ക്ഗ്രൗണ്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ബാക്ക്ഗ്രൗണ്ട് ടൈറ്റിൽ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കാണിക്കത്തില്ല, ആ ബാക്ക്ഗ്രൗണ്ടും ടൈറ്റിൽ നമ്മൾ ഒരു ബന്ധമില്ല, ഒരു കണക്ഷൻ ഇല്ല. അത് തന്നെ ഒരു ബ്രില്യന്റ് ഇല്ലായ്മയാണ്. പിന്നെ ബേസിൽ ജോസഫ് കോളേജിലേക്ക് വരുന്നു, ഫസ്റ്റ് ഇയർ ആയിട്ട് വരുന്നു. അവിടുത്തെ ചെറിയ ഒരു പരിപാടി, ചെറിയ ക്ലാസ്സും പ്രേമവും അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ പരിപാടി ഉണ്ട് ബേസിൽ ജോസഫിനെ. അതേ തന്നെ ഫെസ്റ്റിലേക്ക് പോകണം. ഫെസ്റ്റ് നടത്താൻ വേണ്ടി ഇങ്ങനെ 2 മണിക്കൂർ 37 മിനിറ്റ് ഫെസ്റ്റിന് വേണ്ടി കളയുക സിനിമ. അതിനിടയ്ക്ക് ടോവിനോയുടെ കുറെ സീനും കാണിക്കുന്നു. അപ്പം ബേസിൽ ജോസഫിന് ഇത് കണക്കത്തെ ഒരു പടം ബേസിൽ ജോസഫ് ചെയ്ത് കാണത്തില്ല. അതായത് ഇത് കണക്കത്തെ ഒരു കൂറപ്പടം. അതായത് ബേസിൽ ജോസഫ് വെറുപ്പീനങ്ങറ്റ. പുള്ളിയുടെ ലുക്കും കറക്റ്റാണ്, കോളേജ് സ്റ്റുഡന്റ്. പുള്ളിക്ക് വലിയ പ്രായമൊന്നും പറയത്തില്ല, കണ്ടുകഴിഞ്ഞാൽ വലിയ പ്രായമൊന്നും ഇല്ല, എന്നാലും വലിയ പ്രായമൊന്നും പറയത്തില്ല. പക്ഷെ പുള്ളിക്ക് ആ ലുക്കൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വെറുപ്പീരെ ചില ഡയലോഗൊക്കെ നമുക്ക് അരോചക തീട്ട് ഇരുന്നിട്ട് ആൾക്കാർ ഈ 2 മണിക്കൂർ 37 മിനിറ്റും ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ആൾക്കാർ ചിരിക്കുന്നല്ലാതെ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് പോയല്ലോ, എന്റെ പൈസ വെറുതെ പോയല്ലോ എന്നുള്ള ഈ ഒരു ഇരിപ്പായി. അതായത് ആൾക്കാർ ഇരുത്ത് മുഷിപ്പിക്കുക, മടിപ്പിക്കുക പടം. അത് കണക്ക് വെറുപ്പില്ല പടം. എന്റെ കൂടെ ഒരു 2 പയ്യന്മാർ കാണാണ്ടതാണ്. ആ പയ്യന്മാരിൽ ഒരു പയ്യൻ പറയാ, വെറുതെ എന്റെ 150 രൂപ പോയി. ആ 150 പോയ പൈസ ഇനി തിരിച്ചു കിട്ടും, എന്നോട് റീഫണ്ട് തിരിച്ചു തരുന്നു. പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, റീഫണ്ട് ആയിട്ട് തിരിച്ചു തരുന്ന പൈസ. ഇത് കണക്കൊരു കൂറപ്പടം കണ്ടിട്ടില്ല അവർ പറഞ്ഞത്. അവരുടെ 150 പോകുന്നുള്ള വിഷമം എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഒരു പിള്ളേർ ടീമാ. അപ്പം ആ കുറ്റപ്പടത്തില്ല നല്ല നമ്മൾ കയറിയമാരായി നൈറ്റ് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അവർക്ക് പടം ഇഷ്ടപ്പെടാനായിട്ട് പറയാം, അല്ല അവര് ഫാൻസും ഗെയിംസും നോക്കി പറയുന്നില്ല. അപ്പം അത് കണക്ക് വെറുപ്പില്ല പടം. പിന്നെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറയില്ല, ഈ ഫെസ്റ്റും പരിപാടി നടത്താനുള്ള പരിപാടിയാണ്. അതിനിടയ്ക്ക് ഒരു പുറത്തെ ഒരു പരിപാടി കണക്ഷൻ ആകുന്നു. അതായത് ടോവിനോ തോമസിന്റെ ക്യാരക്ടർ കയറുന്നു. ടോവിനോ തോമസ് ഒരു റൗഡിയായിട്ടാണ് ആദ്യം ജീവിച്ചോണ്ടിരുന്നത്. പിന്നെ ഒരു പാട്ടുകാരനും കുടുംബമൊക്കെ ആയി, പെണ്ണും കെട്ടി പിള്ളേരൊക്കെ ആയി കഴിഞ്ഞാൽ, കുടുംബമായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആ ഫൈറ്റൊക്കെ മറ്റേ ഗുണ്ടപ്പരിപാടിയൊക്കെ നിർത്തി അദ്ദേഹം പിന്നെ ഡീസന്റ് ആയിട്ടൊക്കെ ജീവിക്കുകയാണ്, പാട്ടൊക്കെ പാടി. അങ്ങനെ പോകുന്നിടയ്ക്കാണ് ഇവരുടെ ഫെസ്റ്റിവലിന്റെ ഒരു റാലിയും, ഇവരുടെ ഫെസ്റ്റിന്റെ ഒരു റാലിയും ഈ അമ്പലത്തിലെ ഒരു റാലിയുടെ ജോയിന്റ് ആകുമ്പം ഒരു ബഹളവും സംഘർഷമൊക്കെ ഉണ്ടാകുന്നു. ആ സമയത്ത് ടോവിനോ തോമസിന്റെ കുറെ പേരിട്ട് ഇടിക്കുന്നുണ്ട്, ജീപ്പിന്റെ പുറത്തൊക്കെ ഇങ്ങനെയിട്ട് ശരിക്കും ഇടിക്കുന്നുണ്ട്. ഇടിക്കുമ്പം ടോവിനോ തോമസിനെ ഇടിക്കുമ്പം ഒരു കിളവൻ പറയുന്നുണ്ട്, അവൻ അടിക്കരുതേ, ശ്രീകുട്ടനെ അടിക്കരുത് പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് ടോവിനോ തോമസ് സ്ക്രീൻ ബസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇടി പ്രതീക്ഷിക്കുന്നുണ്ട്, പൊരിഞ്ഞ അടി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അടി അവിടെ ഡയറക്ടർ കൊണ്ടുവന്നില്ല. ഡയറക്ടർ കൊണ്ടുവരുമായിരുന്നു, അത് പൊളിയായിരുന്നു, തീർത്ത് പുളിങ്ങിയനെ. ആ പടം വേറെ ലെവലിൽ പോനെ. പക്ഷെ അവർ കൊണ്ടുവന്നില്ല. കാരണം നരൻ സിനിമ പോലെ വ്രതം എടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. വ്രതം എടുത്ത് ആ വ്രതം പൊട്ടിച്ചാൽ അദ്ദേഹത്തിന് ഇടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് ഇടിച്ചില്ല. അപ്പൊ ആ ഇടി നമ്മൾ പ്രതീക്ഷിച്ച സാധനം പോയി അവിടെ നല്ല ഹൈപ്പിലേക്ക് വന്നേ. അത് കഴിഞ്ഞ് ടോവിനോ തോമസിന്റെ പിന്നെ ഈ ഒരു സാധനം, ഈ വ്രതം എടുത്തെന്ന് പറഞ്ഞ സാധനം ഇല്ലേ, ഈ സാധനം ടോവിനോ തോമസിന്റെ പടത്തിലും അല്ല ആദ്യം കാണിക്കുന്നത്. ഇതിനു മുമ്പ് നരനകത്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ നരനകത്തും അല്ല ആദ്യം കാണിക്കുക. ഈ നരനാണെങ്കിലും ഇതായാലും കോപ്പിയാണ്. ബ്രൂസിയുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സിനിമയിലെ കോപ്പിയാണ്. 1971 പടമാണ്, കണ്ടിട്ടില്ല, പോയി കാണുക. അതായത് ബ്രൂസിയുടെ കഴുത്തൊരു മാലയുണ്ട്. ആ മാല ആരും വന്ന് പരിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാലേ ബ്രൂസിൽ ഇടിക്കത്തുള്ളൂ, അല്ല തന്നെ പൊട്ടിച്ചിട്ട് ഇടിക്കത്തില്ല. വ്രതമാണത്. അപ്പൊ ബ്രൂസിലിയുടെ കൂട്ടുകാരൊക്കെ എല്ലാവരും വന്ന് ലോറി കണക്കിന് ആൾക്കാർ വന്ന്, ലോറി വന്ന ആൾക്കാർ ഇടിച്ചും മലത്തിക്കൊണ്ടിരിക്കുക. ലോറിയിൽ ആൾക്കാർ വന്നത് അത്രയ്ക്ക് ആൾക്കാരുണ്ട്.
ഇടിച്ചു മറിഞ്ഞ ബ്രൂസിലി കണ്ട് വിഷമിച്ച് കരഞ്ഞു പോയി ഇരിക്കുമ്പോൾ ഒരു ഓടി വന്ന് ഇങ്ങനെ കഴുത്തെ പിടിച്ച് വലിച്ച് ആ മാല പൊട്ടിക്കുന്നുണ്ട്. ആ മാല പൊട്ടിച്ചതിന് ശേഷം പിന്നെ ബ്രൂസിലിക്ക് കണ്ണ് കാണത്തില്ല. എല്ലാത്തിനും അടിച്ച് നേരം പരിശാകും. ആറ് സാധനം കോപ്പിയാണ് നരനതും ഇതിനകത്ത് കാണിച്ചത്. എല്ലാവരും നരനാ ചെയ്തെന്ന് വെച്ച് നമ്മളല്ല ഇരിക്കുന്നത്. നരനൊന്നുമല്ല, നരനൊക്കെ ഈ പടത്തിനെ കോപ്പി അടിക്കുകയാണ്. പക്ഷെ നരൻ വേറൊരു വേഷം ആക്കുന്നേ ഉള്ളൂ, അത് ഇതിനകത്ത് വേറൊരു വേഷം ആക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് പോട്ടെ, അതാണ് സംഭവം, കോപ്പി അല്ല നരനൊന്നും അല്ല ഇതിനകത്ത് ഫസ്റ്റ് ഇറക്കിയിരിക്കുന്നത്. നരനൊക്കെ കോപ്പിയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ടോവിനോ തോമസിന്റെ ഒരു ക്യാരക്ടർ. ആ ഒരു ഹൈ ലെവൽ വന്നിട്ട് പിന്നെ ഇന്റർവെല് ബ്ലോക്ക് ആവും. ഇന്റർവെല് അതുവരെ പടം വെറും തരന്നാന്ന രീതി പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ടോവിനോയുടെ സീൻ വന്നപ്പോഴാണ് ഇച്ചിരിയൊക്കെ പടം ഹൈ ലെവലായത്. പിന്നെ ഇന്റർവെല് പഞ്ചായപ്പോഴും നല്ലോണം ഹൈ ലെവലായി നിന്ന് നല്ല ബ്ലോക്ക്, ഇന്റർവെല് ബ്ലോക്ക് ഒക്കെ നല്ല ഹൈ ലെവലിൽ നിന്ന്. പക്ഷെ ആ ടോവിനോയുടെ ക്യാരക്ടർ പിന്നെ ഇന്റർവെല് കഴിഞ്ഞ ശേഷം ഹൈ ലെവൽ ആയിട്ടില്ല. നേരെ മലയുടെ മുകളിൽ താഴേട്ട് ചാടുന്ന അവസ്ഥയായി. ടോവിനോയുടെ ക്യാരക്ടർ താഴ്ന്നു പോയി. ടോവിനെ ആ മാസം പിടിക്കാൻ പറ്റില്ല, ആ ഒരു ഒന്നും പിടിക്കാൻ പറ്റില്ല. ടോവിനെ വെറും കോമാളിയായി പോയി. പിന്നെ ഉള്ള ക്യാരക്ടർ ഒരു റൗഡിയായിട്ടാണെന്ന ആള് വെറും കോമാളിയായി പോയി. ടോവിനോടൊക്കെ ഇഷ്ടമുള്ള ഒരു നടനാണ്. ടോവിനെ നമ്മൾ ഇത് പ്രതീക്ഷിച്ചത് എന്തിനിങ്ങനെ അവനിക്കുന്നത്? ക്യാഷിന് വേണ്ടിയോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലാണ് ഇങ്ങനെ അവനിക്കുന്നത്? എന്തിനിങ്ങനെ അവനിച്ച് ഒരാളാണ്? അല്ല, ടോവിനയ്ക്ക് ഒരു മാസം പരിപാടിയെ കൊടുക്കാൻ, ഒരു നല്ലൊരു പരിപാടിയെ കൊടുക്കാൻ ഒരു ഗുണ്ട ലേറ്റല്ലേ വന്നത്. പിന്നെ നന്നായി ജീവിക്കുന്നില്ല, പിന്നെ ചരട് പൊട്ടിക്കുന്നുണ്ടല്ലോ, പിന്നെ ഗുണ്ടയാ തീർന്ന പോലെ. അപ്പൊ ആ ഗുണ്ട പരിപാടി നല്ല രീതിയിൽ കൊടുക്കാൻ, നല്ല സ്ക്രീൻസ് ഒക്കെ കൊടുത്ത് നല്ലൊരു മാസം പരിപാടിയൊക്കെ കൊടുക്കാൻ നമ്മൾ ഈ ഇട്ടി പ്രതീക്ഷയുടെയും നല്ല മാസ പ്രതീക്ഷയുടെ ഇവർ കൊണ്ടുവരുന്നില്ല. പ്രതീക്ഷ വരും നമ്മൾ, പക്ഷെ ഇത് കൊണ്ടുവരുന്നില്ല. അവിടേക്കാണ് പടം താഴേക്ക് പോകണേ. നേരെ താരന്താന്ന് പോവാ, പടം താഴേക്ക് പോവുക. അവിടെയാണ് ഡയറക്ടർ ഒരു ബ്രില്യന്റില്ലായ്മ വന്നത്. അത് ടോവിനെ എങ്ങനെ സെറ്റപ്പ്, ടോവിനെ വന്നപ്പോൾ പടം ഇച്ചിരി ബൂസ്റ്റ് ആയത്. പക്ഷെ ആ ബൂസ്റ്റിങ് ടോവിനെ തന്നെ വെച്ച് അവർ കോമളത്തിനും കാണിച്ച് ഇതായിട്ടാണ്. പിന്നെ ടോവിൻ എന്ന് തിരുവനന്തപുരത്തിലാങ്ങാണ് സംസാരിക്കുന്നത്. എനിക്ക് തിരുവനന്തപുരം തോന്നിയില്ല. ടോവിൻ എല്ലാ സിനിമയിലും സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് സംസാരിക്കാൻ എനിക്ക് തോന്നിയത്. തിരുവനന്തപുരം ലാംഗ്വേജ് ആൾക്കാർ കണ്ടിട്ടില്ലേ? പോയി രാജമണിക്കും അല്ലെങ്കിൽ മാട്ടുപ്പെട്ടി ജഗതി പറഞ്ഞാലും രാജമണിക്കും നമുക്ക് പറഞ്ഞാൽ പോയി കണ്ടു നോക്ക്. എന്നിട്ട് ഇതിനായിട്ട് താരതമ്യപ്പെടുത്തി ഇതാണ് തിരുവനന്തപുരം ഭാഷ, അതാണ് തിരുവനന്തപുരം ഭാഷ. ഇതിനകത്ത് ടോവിന് തിരുവനന്തപുരം ഭാഷ പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ട് തിരുവനന്തപുരം ഭാഷ അടിപൊളി പറഞ്ഞിട്ടുണ്ടെന്ന്. ടോവിന് സാധാരണ എല്ലാ സിനിമയും പറഞ്ഞേക്കാൻ ഇതിനകത്ത് പറഞ്ഞു. ഇടയ്ക്കൊക്കെ കയറി വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത് കണ്ടിന്യൂറ്റി ആയിട്ട് പോകുന്നില്ല, അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ രാജമണിക്ക് എടുത്ത് ആദ്യം അവസാനം വരെ നമുക്ക് ആ ഒരു ഈ കണ്ടിന്യൂറ്റി വിടുന്നില്ല. ഈ സെന്റിമെന്റ്സ് വരുമ്പോൾ പോലും ആ തിരുവനന്തപുരം സ്ലാങ്ങിലാ പറയണേ. അപ്പോഴേ ഇച്ചിരി മാറ്റം പറയണം, എന്നിട്ട് പോലും മാറ്റം. അതാണ് ബ്രില്യന്റ് എന്ന് പറഞ്ഞത്. അത് ആക്ടറും ശ്രമിക്കണം, ഡയറക്ടറും നോക്കണം. ഇത് ആക്ടറും ശ്രമിച്ചിട്ടില്ല, ഡയറക്ടറും നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ വിട്ടുപോണേ, പഴയ സ്റ്റൈലിലേക്ക് ഇട്ടുപോണേ. അത് പോട്ടെ, നമ്മുടെ പ്രാധാന്യം ഇതിനകത്തല്ല. എല്ലാവരും എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ, നമ്മുടെ വിഷയമല്ല. അപ്പൊ അങ്ങനെയാണ് ടോവിനോയുടെ ക്യാരക്ടർ വന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിനീത് ശ്രീനിവാസ് ആയിട്ടാണ് വിളിക്കുന്നത്. ഷാറുഖ്മാനായിട്ടാണ് വിളിച്ചത്. അതായത് ഒരു പ്രശസ്ത സംഗീത സംവിധാനമാണ് ഷാറുഖ്മാൻ, അറിയാലോ. വിനീത് ശ്രീനിവാസ് ഒരു ഡയറക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു നടനാണ്, ഒരു ഗായകനാണ്. അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ്. ശ്രീനിവാസന്റെ മോനാണെന്ന് ടോവിനോയുടെ അച്ഛന്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇളയനാണ് മൂത്തവണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്ന സ്ഥിതി വിനീത് ശ്രീനിവാസൻ അത് കോമാളിയായി. ഈ പടത്തിൽ ലോജിക് എന്ന് പറയുന്ന സാധനമില്ല. ലോജിക് എന്ന് സാധനം ഇപ്പൊ നമ്മുടെ ബബ്ബ എടുത്ത് നോക്കിയാൽ നോ ലോജിക് നോ മാഗ്നസ് എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ലോജിക്ക് നിങ്ങൾ നോക്കണമെന്ന് പറയും. പക്ഷെ എന്നിട്ടും അതിനെക്കുറിച്ച് ലോജിക്ക് നോക്കണം പറഞ്ഞിട്ട് അതിനെ കുറ്റം പറഞ്ഞ് ലോജിക് ഇല്ല എന്ന് പറഞ്ഞ ഒത്തിരി പേര് റിവ്യൂലൊക്കെ കുറ്റം പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂവിൽ കുറ്റം പറഞ്ഞില്ല. കാര്യം അവർ ലോജിക്ക് നോക്കണം എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞാൽ ഈ ടൈറ്റിൽ നിങ്ങൾ ലോജിക്ക് നോക്കണ്ട, ഇതൊരു അടിച്ചുപൊളി പടമാണ്, ഒരു എന്റർടൈൻമെന്റ് പടമാണ്, ഒരു കോളേജ് പടമാണ്, ഒരു ഫൈറ്റ് പടമാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഇവർ ടൈറ്റിൽ കൊടുത്താൽ മതിയായിരുന്നു. ലോജിക്ക് നോക്കുക വേണ്ട എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ആരും ലോജിക്ക് നോക്കത്തില്ല. ഇതിനകത്ത് ലോജിക്ക് നോക്കണം എന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ലോജിക്ക് ഇല്ലാതെ പറയേണ്ടി വരും. ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം സിനിമയ്ക്കതില്ല. ബേസിക് ജോസഫ് ഫസ്റ്റ് ഇയർ വന്ന് പിന്നെ 4ാമത്തെ വർഷമാണ് കാണിക്കുന്നത്. 4ാമത്തെ വർഷം കാണിക്കുമ്പോൾ 25 സപ്ലൈ പോകുന്ന കാണിക്കുന്നുണ്ട്. ഇതൊക്കെ 25 സപ്ലൈ പോകാനൊന്നും 4ാം വർഷം കയറാൻ പറ്റത്തില്ല. പിന്നെ ഒത്തിരി ലോജിക്കില്ലായ്മയുണ്ട്. അതൊക്കെ പറയാൻ നമ്മൾ സമയം കുറെ എടുക്കും. പിന്നെ ടോവിനോയുടെ മറ്റേ വിനീത് ശ്രീനിവാസൻ ക്യാരക്ടർ ഇത്ര അറിയപ്പെട്ട കേരളം അറിയപ്പെട്ട ഒരു നടനും പ്രൊഡ്യൂസറും സംവിധാനവും ഗായകനുമായ അദ്ദേഹത്തിനെ വെറും സിമ്പിൾ ആയിട്ട് എയർപോർട്ടിൽ തട്ടിക്കൊണ്ട് ഒരു പ്രശ്നങ്ങളില്ല, വിഷയങ്ങളില്ല, പോലീസുകാർ അറിയുന്നില്ല. പിന്നീട് പോലീസുകാർ അറിഞ്ഞാലും കോമാളത്തിന് കാണിക്കുക. പോലീസുകാരൻ അതിനെക്കാട്ടും വലിയ കോമാളികളാണ്. കോമാളത്തിന് കാണിക്കുക. വിനീത് ശ്രീനിവാസൻ പക്ക കോമാളത്തിനാണ്. ഒരു വലിയ പേരിട്ട ഒരു ഗായകനായിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു മനുഷ്യൻ പോലെ അറിയുന്നില്ല. ആ ഗായകനായിട്ട് ഈ കോളേജിലെത്തിക്കാൻ വേണ്ടി പാതിരാത്രി ഇട്ട് ഓടിക്കുന്നു. അതിനൊപ്പം തന്നെ സംഗീത സംവിധാനം അറിയപ്പെട്ട സംഗീത സംവിധാനമായിട്ട് ഓടിക്കുന്നു. എന്തൊക്കെ കോമാളത്തെ കാണിക്കുന്നത്? ലോജിക്ക് പറഞ്ഞ സാധനമില്ല. ഇതൊക്കെയാണ്. എന്നിട്ട് വിനീത് ശ്രീനിവാസൻ ടീച്ചറിൽ പറഞ്ഞ നടക്കുന്ന ഒരു സംഭവം ഈ പടത്തിനകത്തില്ല. ഇതൊക്കെയാണ് ഈ പടത്തെ സംഭവം. പിന്നെ ലാസ്റ്റ് ഒരു പാട്ട് ടോവിനെ പറയാവുന്നൊരു പാട്ട് വിനീത് ശ്രീനിവാസൻ പാടുന്നുണ്ട്. ആ പാടുമ്പോൾ വില്ലനായിട്ട് തോട്ട എറിഞ്ഞ ആളുകൾ കൊല്ലുന്നാട്ടാണ് ഈ പുള്ളിക്കാരന്റെ ക്യാരക്ടർ, ടോവിനോയുടെ ക്യാരക്ടർ. തോട്ട എറിഞ്ഞ് കൊല്ലാണ്ട് വരുമ്പോ ഈ പാട്ട് കേട്ടോണ്ട് പുള്ളിക്കാരൻ ആ തോട്ട അവിടെ ഇട്ട് വെച്ചിട്ട് പിന്നെ അതിലേക്ക് പോവാ. അങ്ങനെ പിടിച്ച് നന്നായി പിന്നെ പഴയ ലെവലിലേക്ക് പോവാ. ഇതൊക്കെയാണ് പടങ്ങള്. ഈ ക്ലൈമാക്സ് ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ എത്ര സമയം എടുത്തല്ലോ. ബൂമർ വലിച്ചു നീട്ടുന്നവർക്ക്
ബൂമർ പോലും ഇത്ര വലിച്ച് നീട്ടിയാൽ നീളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിച്ച് നീട്ടുകൊണ്ടിരിക്കുക ഈ ക്ലൈമാക്സ് കൊണ്ട് വെച്ചിട്ട് പടം. ആ ക്ലൈമാക്സ് തന്നെ 1 മണിക്കൂറോളം ഇത് സംഭവമുണ്ട്. ഇങ്ങനെ നീട്ടി നീട്ടി അതിനിടയ്ക്ക് സ്റ്റേജിൽ കുറെ പ്രസംഗങ്ങളെ അവരുടെ വെറുപ്പീരെ ഒരു ഇതില്ല, ഒരു ഓളോ ഇല്ല, ഒന്നുമില്ല. തലയ്ക്ക് ഓളോ ആ പടം കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടതൊരു പടമാണ്. അല്ല ഇവര് പറയുന്ന എന്റർടൈൻമെന്റ് കൂടെ ഓളപ്പടം ഒന്നുമല്ല. ഇത് പടമൊക്കെ എല്ലാരും കടന്ന് പറയുന്നുണ്ടല്ലോ വലിയ പടമാണ്, അതാണ് ഒരു കിണ്ടിയില്ലേ പടത്തിനകത്ത്. ചുമ്മാ ഒരു തല്ലിക്കുട്ട് പടമാണ്. ടോവിനോ തോമസിനൊക്കെ വെറുതെ കോമളാക്കിയിരിക്കുകയാണ്. ബേസിയോസ് വെറുപ്പീരാണ്. പിന്നെ വിനീത് ശ്രീനിവാസന്റെ സകല വരെയും കളഞ്ഞു. പടം ഒന്നും കൊള്ളത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് അറിയത്തില്ല.